നരകത്തിന്റെ ആഴമെന്നറിഞ്ഞോ സഹോദരങ്ങളെ? നരകത്തിന്റെ കൊടും ഭീകരമായ രംഗമൊന്നു പരിചയപ്പെട്ടോ സഹോദരങ്ങളെ? അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചോ സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ അധരങ്ങളിൽ നിന്നും അടർന്നു വീഴുന്ന വജ്രമണികളെക്കാൾ, രത്നമണികളെക്കാൾ അമൂല്യമായ മുത്തുമണികളെ പറക്കിയെടുക്കാൻ പ്രവാചകന്റെ പരിസരത്തിരിക്കുന്ന പരിശുദ്ധരായ സഹാബികൾ, ഹബീബായ പ്രവാചകൻ വിജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അള്ളാന്റെ ഹബീബായ പ്രവാചകൻ വിജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ, മഹാനവറുകൾ പറയുകയാ, ഖാല കുന്നാ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരിക്കുമ്പോൾ, ഫസമഇനാ വജബത്തൻ, ഒരു ശബ്ദം കേൾക്കുകയാ. എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, ഗൗരവത്തിലൊന്ന് കേൾക്കണേ. സഹാബികൾ പറയുകയാ, ഞങ്ങൾ മുത്ത് റസൂലിന്റെ ചാരത്തിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാ. ഫസമഇനാ വജബത്തൻ, ഒരു സൗണ്ട് കേൾക്കുകയാ, വലിയ ഘോരമായ ഒരു ശബ്ദം കേൾക്കുകയാ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാത്ത് ഉറച്ചു ചെല്ലു മക്കളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, സഹാബത്തിനോട് ചോദിക്കുകയാ, അതദറൂന മാ ഹാദാ? സഹാബായി കേട്ട ശബ്ദം അറിയുമോ സഹാബ? ഈ കേട്ട ഘോരമായ ശബ്ദത്തിന്റെ പ്രഭവ കേന്ദ്രം അറിയുമോ സഹാബ? ഈ ശബ്ദത്തിന്റെ ഉറവിട സ്ഥലത്തെ അറിയുമോ സഹാബ? ഉടൻ തന്നെ സഹാബത്ത് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല ഹബീബായ നബിയെ, അല്ലാഹുവിനറിയാം, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരെ നിങ്ങൾക്കറിയാം, അല്ലാഹുവിനറിയാം, അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾക്കറിയാം. ഉടൻ തന്നെ അമിനാന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹാദാ ഹജറുൻ, എന്റെ മക്കളെ, സ്വഹാബികളോട് മുത്ത് റസൂല് പറയുകയാ, മാനവരാശിയോട് മുത്ത് റസൂല് പറയുകയാ. കേവലം സഹാബികളോടല്ല സഹോദരങ്ങളെ പ്രവാചകൻ പ്രതിപദിക്കുന്നത്, അവസാന കാലഘട്ടത്തിന്റെ അന്ത്യശ്വാസം വരാനുള്ള മുഴുവൻ മാലോകരോടും പ്രവാചകൻ 15 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രവാചകൻ പ്രതിപദിക്കുകയാ. എന്താണ് ശബ്ദമെന്നറിയുവോ? ഹജറുൻ, ഇതൊരു കല്ല് വീണ ശബ്ദമാ, കല്ല് വീണ ശബ്ദമാ, കല്ല് വീണ ശബ്ദമാ. ആ കല്ലിനെ അയച്ചവൻ ആരാണെന്ന് അറിയുവോ എന്റെ ചെറുപ്പക്കാരാ? പടച്ചവൻ ഇട്ട കല്ലാത്. എവിടെ നിന്നാണ്, എവിടെയാണ് ആ കല്ലിനെ ഇട്ടതെന്നറിയുവോ? ഫീ ജഹന്നമ, നരകത്തിന്റെ അടിത്തട്ടിൽ വീണ ശബ്ദമാ കേട്ടത്. ആ കല്ല് പടച്ചവനിട്ടു നരകത്തിൽ വന്ന് വീണ ശബ്ദമാ കേട്ടത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുൻദു 70 ഖരീഫൻ ഫല്ലാന ഹീനന്തഹാ ഇലാ ഖൈരിഹാ, ഈ സമയമാ നരകത്തിന്റെ അടിത്തട്ടിലേക്കാ കല്ല് വീണത്. എന്നാ ഇട്ടതെന്നറിയുവോ? 1 മണിക്കൂർ മുമ്പല്ല ഇട്ടത്, 1 മിനിറ്റ് മുമ്പല്ല ഇട്ടത്, 1 ദിവസം മുമ്പല്ല ഇട്ടത്, 6 മാസം മുമ്പല്ല ഇട്ടത്, 1 വർഷം മുമ്പല്ല ഇട്ടത്, 70 വർഷം മുമ്പിട്ട കല്ല. 70 വർഷം നരകത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്ക് ഇട്ട കല്ല. 70 വർഷം മുമ്പിട്ട കല്ല് ഇപ്പോഴാ താഴെ വീണത് സഹാബ. ആ കല്ല് വീണ ശബ്ദമാ സഹാബ, ആ കല്ല് വീണ ശബ്ദമാ സഹാബ. ആ കേട്ടതാ കല്ല് പതിച്ച ശബ്ദമാണെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിസരത്ത് വലിയ ആഴമേറിയ കിണറുകളുണ്ടല്ലോ. ആഴമേറിയ കിണറുകളിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ പരിസരത്തുള്ള ഏറ്റവും വലിയ ആഴമേറിയ കിണറുണ്ടല്ലോ, ആ കിണറ്റിന്റെ മുകളിൽ നിന്നുകൊണ്ടൊരു കല്ലെടുത്തുകൊണ്ട് ആ കിണറ്റിലേക്ക് ഇട്ടാൽ അതാ നമ്മൾ അതിന്റെ വെള്ളം മേളിൽ നിന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിലും, അതിന്റെ ആഴം നമുക്കറിയാൻ പറ്റുന്നില്ലെങ്കിലും, അതിന്റെ അവസാനത്തെ വെള്ളം കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുകളിൽ നിന്നിട്ട കല്ല് തുച്ഛമായ സെക്കൻഡ് കഴിയുമ്പോൾ ആ കല്ല് വീണ ശബ്ദം നമുക്ക് കേൾക്കാമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നരകത്തിന്റെ ആഴമെത്രയാ ചെറുപ്പക്കാരാ? റമളാൻ മാസത്തിൽ ഇപ്പോഴും ക്യാരം ബോർഡ് നാട്ടുവച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരാ, ചീട്ട് കളിക്കുന്ന മുസ്ലിം
നാമധാരിയായ നാണം കെട്ട പ്രിയപ്പെട്ട സഹോദരാ, ഒന്നാലോചിക്ക് പൊന്നുമോനെ. പെങ്ങളെ ഇപ്പോഴും തോന്നിവാസം നീ ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ പെണ്ണുങ്ങളെ, നരകത്തിന്റെ ആഴമെന്നറിഞ്ഞോ? നിന്റെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ നീ പതിച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ ആരുടേതാ? സിനിമാ നടന്മാരുടേതാണോ? സീരിയൽ നടിമാരുടേതാണോ? റിയാലിറ്റി ഷോയിൽ ശോഭിച്ചു എന്ന് പറയുന്ന ആ അവതാരികളുടേതാണോ? അതിൽ പങ്കെടുക്കുന്ന പാട്ട് പാടുന്ന പെൺകുട്ടികളുടേതാണോ ആൺകുട്ടികളുടേതാണോ? ആരെയായിരുന്നാലും ഓർത്തോ, നരകത്തിന്റെ ആഴമോർത്തോ. 70 വർഷമാ കല്ലുമുകളിൽ നിന്ന് സഞ്ചരിച്ച് താഴേക്കെത്തുക. നാഥനായ അല്ലാഹ്, ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഒന്നുറച്ചാത്മാർത്ഥമായ റബ്ബിനോടും നിരക്കുക, ചോദിക്കുക, അല്ലാഹുമ്മ ഇത്ഖിനാ മിനന്നാർ. اللهم ادخلنا من النار وادخلنا الجنة يا رب العالمين. اللهم ادخلنا من النار وادخلنا الجنة يا رب العالمين. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിൽ നിന്നും കിട്ടുന്ന അമൂല്യമായ സമ്പത്താ സുന്ദരമായ പടച്ചവനെ പേടിച്ചുള്ള പ്രാർത്ഥനയാകട്ടെ ചെറുപ്പക്കാരാ. എൻ്റെ സഹോദരങ്ങളെ, നരകത്തിന്റെ കാഴ്ചയാത്, നരകത്തിന്റെ ആഴമാത്. തമ്പുരാനെ, ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. വല്ലാത്ത ഗൗരവ. നരകത്തിന്റെ വിഷയമൊന്നും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റൂല. വലിയ ഗൗരവപ്പെട്ട വിഷയം. നരകത്തിന്റെ ആഴോ, അതിന്റെ ചൂടെത്രയാ, അതിന്റെ ചൂടെത്രയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറയുന്നൊന്നും ഇങ്ങോട്ട് സ്വലാത്ത് വന്നില്ല, മുമ്പില് അതുപോലെ വസ്തിലൊക്കെ ഓക്കെ, ഇടയ്ക്കൊക്കെ ബാക്കിൽ ഇങ്ങോട്ട് വരുന്നില്ല. ഇങ്ങോട്ട് ഉറച്ച ചെല്ല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചെല്ലുന്നതിന് ഒരിക്കലും നിങ്ങൾ പിന്നോക്കാവസ്ഥ ഉണ്ടാവും, മുന്നോക്കാവസ്ഥ ഉണ്ടാവുക. സ്വലാത്ത് ചെല്ലുന്നതിന് ആവേശം ഉണ്ടാവണം. വലിയൊരു മുതല. ഈ വിശുദ്ധമായ റമദാനുമായിട്ട് സദസ്സിലിരുന്ന ഒരു സ്വലാത്ത് അങ്ങോട്ട് ചെല്ലുമ്പം തന്നെ വലിയ പുണ്യവാ അല്ലാഹു തരുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകം പഠിപ്പിക്കുകയാ സഹോദരങ്ങളെ, നരകത്തിന്റെ ചൂടറിയണോ? ഈ ദുനിയാവിലുള്ള തീ കാണുമ്പോൾ, ഈ ദുനിയാവിലുള്ള തീയുടെ ചൂട് കാണുമ്പോൾ നമ്മൾ മാറി നിൽക്കുകയാ. ദുനിയാവിലൊരു തീ ഉണ്ടാക്കിയിട്ട് നമ്മൾ പരിസരത്ത് പോലും നിൽക്കൂല, മാറി നിൽക്കുകയാ. ചൂടുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങന്മാരോ ആലോചിക്കണം. നിങ്ങളുടെ വീടുകളിൽ തീയിലതാ അടപ്പത്ത് പാത്രം വെച്ച് തിളപ്പിക്കുന്നില്ലയോ? ചോറ് വെക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണവും പലഹാരങ്ങളും പാനീയങ്ങളും റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടുപ്പത്ത് വെള്ളം വെക്കുമ്പോൾ ആ വെള്ളം തിളക്കുന്നില്ലയോ? താഴെ വെച്ച ആ തീയുടെ ചൂടുകൊണ്ട് ആ വെള്ളം തിളക്കുന്നില്ലയോ? ആ വെള്ളം തിളച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് അത് കുമിളകളായ ആ പാത്രത്തിന്റെ അടപ്പിലേക്ക് ഉയരുന്നില്ലയോ? ആ നീരാവി ഇങ്ങനെ കലബലാ ശബ്ദത്തിൽ ആ അടപ്പിങ്ങനെ ശബ്ദമുണ്ടാക്കുമ്പോ ആ കുമിള ഒരെണ്ണമെങ്ങാനും പൊട്ടി പെങ്ങളെ അതിന്റെ വിരൽ തുമ്പിൽ തട്ടിയാൽ നിലവിളിക്കുന്ന പെങ്ങളെ, ദുനിയാവിലെ തീ കൊണ്ടല്ല നിന്റെ കൈവൊള്ളിയിട്ടുള്ളത്, ദുനിയാവിലെ തീ തട്ടിയിട്ട് പൊള്ളിയ കൈയല്ലല്ലോ. ദുനിയാവിലുള്ള തീ കൊണ്ടിട്ട് പാത്രം ചൂടായതാ, പിന്നെയാണ് അതിലുള്ള വെള്ളം ചൂടായത്. പിന്നെ ആ വെള്ളത്തിൽ നിന്നും കുമിളകൾ നീരാവി നിറക്കപ്പെട്ട കുമിളകളാ. ആ കുമിളകൾ പൊട്ടിയിട്ട് ആ ആവി തട്ടിയതാ നിന്റെ കയ്യില്. ദുനിയാവിലുള്ള തീ പോലും തട്ടിയിട്ടല്ല. ഒന്നാലോചിക്കണേ, നരകത്തിന്റെ ചൂട് പഠിപ്പിക്കുന്നു ലോകനായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നരകത്തിന്റെ തീയിൽ കിടക്കുന്ന ഒരാൾ, നരകത്തിന്റെ തീയിൽ കിടന്ന് വെന്തുരുകുന്ന ഒരാൾ, നരകത്തിന്റെ തീയിൽ കിടന്നു വല്ലാതെ വേദന തിന്നുന്ന ഒരാൾ ദുനിയാവിൽ വലിയ ഒരു തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് അതിലേക്ക് അങ്ങെടുത്തിട്ടാൽ ആരാ പറയുന്നതെന്നറിയണം. തമാശക്ക് കളവ് പറയാത്ത പ്രവാചകനാ. കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ള ഒരു വാക്കുപോലും പറയാൻ ഉയർത്താത്ത
വല്ലാത്ത ലോകത്തിന്റെ അമ്പിളിത്തിങ്കളെ ആമിനാന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നരകത്തിന്റെ തീയിൽ കിടക്കുന്ന ഒരാൾ അയാളെ പിടിച്ച് ദുനിയാവിൽ വലിയ ഒരു തീ ഉണ്ടാക്കിയിട്ട് ആ തീയിലേക്ക് അങ്ങെടുത്തിട്ട് കഴിഞ്ഞാൽ നരകത്തിന്റെ തീയിന്റെ ചൂടിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ദുനിയാവിന്റെ ഈ പറഞ്ഞ തീയുണ്ടല്ലോ ചെറുപ്പക്കാരാ, ആ തീയുടെ സുഖം കൊണ്ട് അതിൽ കിടന്ന് ഉറങ്ങിപ്പോകും മുഹമ്മദ് മുസ്തഫ. പറഞ്ഞത് നരകത്തിൽ കിടക്കുന്ന ഒരാളിനെ പിടിച്ച് ദുനിയാവിൽ ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിലങ്ങെടുത്തിട്ടാൽ നരകത്തിന്റെ ചൂടിന്റെ കടുപ്പവും കാഠിന്യവും ദുനിയാവിലെ തീയുടെ ചൂടിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അതിന്റെ ഒരു സുഖം കൊണ്ട് അതിൽ കിടന്നുറങ്ങിപ്പോകും മുഹമ്മദ് മുസ്തഫ. ഒന്ന് ചിന്തിക്ക്, നരകത്തെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്ക്. അവസാനത്തെ പത്തല്ലേ, ഒന്ന് ഉറച്ചു ചെല്ല്, അല്ലാഹുമ്മ ഇത്ഖിനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇത്ഖിനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മഹാനവറുകൾ പറയാറുണ്ടായിരുന്ന ഒരു വാക്ക് കേട്ടോ, അക്സിറൂ സിക്റന്നാർ അക്സിറൂ സിക്റന്നാർ ഫഇന്നഹ റഹാ ശദീദ് വഇന്ന കറഹാ ബഈദ് വഇന്ന മുഖാമഉഹാ ഹദീദ്. അതിന്റെ ചൂട് വളരെ ഘോരമായ ചൂടാ. നരകത്തിനെ കുറിച്ച് ഓർക്കണേ ജനങ്ങളെ, നരകത്തിനെ കുറിച്ച് ഓർക്കണേ ജനങ്ങളെ. ആരാ ഇത് പറയുന്നത്? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് എന്ന ആ പുലിയാധീരനായ ഉമറാ പറയുന്നത് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ പ്രയാണം നടത്തിയപ്പോൾ സ്വർഗത്തിന്റെ പരിസരത്ത് കൂടി കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോയപ്പോൾ അവിടെയുള്ള സുന്ദരമായ ഒരു കൊട്ടാരം കണ്ടപ്പോൾ ആ കൊട്ടാരത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഖറബുൽ അംലാക്കിനോട് ചോദിക്കുകയാ, യാ ജിബ്രീൽ, അക്കാണുന്ന സുന്ദരമായ കൊട്ടാരം ആരുടേതാ? അതാർക്ക് വേണ്ടിയുള്ളതാ ജിബ്രീലേ? ഒന്ന് പറഞ്ഞു തരൂ ജിബ്രീലേ. ഉടൻ തന്നെ ജിബ്രീൽ പറയുകയാ, അങ്ങയുടെ ഇട്ടതോടനുണ്ടല്ലോ, അങ്ങയുടെ കൂട്ടുകാരനുണ്ടല്ലോ, അത് ഉമറുൽ ഫാറൂഖിന്റെ കൊട്ടാരമാ, അത് ഉമറുൽ ഫാറൂഖിന്റെ ഭവനമാ, അത് ഉമറുൽ ഫാറൂഖിന്റെ സ്വർഗത്തിലെ വീടാ എന്ന് പറയുമ്പോ ഈ വിഷയം അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ ഭൂമിയിൽ വെച്ച് പറയുമ്പോ പൊട്ടിക്കരഞ്ഞു പോയി, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഈ പാപിയായ ഉമറിന് അത് അർഹതപ്പെട്ടതാണോ എന്നുള്ള രൂപത്തിൽ പൊട്ടിക്കരഞ്ഞു പോയി. സഹോദരങ്ങളെ, ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നരകത്തെ പേടിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഖലീഫയായിരിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു വട്ടം പോവുകയാ, വിജനമായ ഒരു പ്രദേശത്ത് പോവുകയാ, ആരോരുമില്ലാത്ത പ്രദേശത്ത് പോവുകയാ, ആൾപ്പാർപ്പില്ലാത്ത പ്രദേശത്ത് പോവുകയാ, വിജനമായ പ്രദേശത്ത് പോവുകയാ. കയ്യിലൊരു ചാട്ടവാറുണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. ആ ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് ആഞ്ഞാൻ അടിക്കുകയാ ഉമറുൽ ഫാറൂഖ്. എന്തിനാ ഉമറേ നീ അത് ചെയ്തത്? എന്തിനാ ഉമറേ നീ അത് പറഞ്ഞത്? എന്തിനാ ഉമറേ അത് നീ തീരുമാനിച്ചത്? എന്തിനാ ഉമറേ അത് നീ തീരുമാനിച്ചത്? എന്തിനാ ഉമറേ അങ്ങോട്ട് നീ പോയത്? എന്തിനാ ഉമറേ അത് നീ എടുത്തത്? എന്തിനാ ഉമറേ അതിനെ കുറിച്ച് ചിന്തിച്ചത്? ഇങ്ങനെ സ്വന്തം ശരീരത്തോട് ഉമറേ ഉമറേ എന്ന് വിളിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം, ഓരോ ആഴ്ചയുടെ വെള്ളിയാഴ്ച ദിവസം സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട്, ഏതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക്? ഹസിബു ഖബല അൻ തുഹാസബു, ഹസിബു ഖബല അൻ തുഹാസബു. പൊന്നുമോനെ, ചാട്ടവാറ് കൊണ്ട് അടിക്കണ്ടടാ പൊന്നുമോനെ. നിന്റെ പാപത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ചെയ്തു കൂട്ടുന്ന കൊടും പാവങ്ങളെ കണ്ടുമുട്ടുമെന്നുള്ള ചിന്ത
നീ ഹൃദയത്തിൽ വെക്കുന്നുണ്ടോ, ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ പടച്ചവന്റെ മുമ്പിൽ പറയാനുള്ളൊരു ലോകമുണ്ടെന്ന് മറവിയാണോ നിനക്ക്? ഒന്ന് ആലോചിച്ചു നോക്ക്. സ്വർഗത്തിൽ ഭവനമുള്ള നേതാവ് സ്വന്തം ശരീരത്തിലേക്ക് അടുക്കുകയാണ്. ചെറിയ പാപം ഉണ്ടായിട്ടല്ല, സാധ്യതകളെ ചിന്തിച്ചുകൊണ്ടാ അടുക്കുന്നത്. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, നരകത്തെ കുറിച്ച് ഓർക്കണേ. നരകത്തിന്റെ ചൂട് വല്ലാത്ത ചൂടാ. നരകത്തെ കുറിച്ച് ഓർക്കണേ. അതിന്റെ ആഴം വളരെ ഗൗരവമുള്ളതാ. അതിലുള്ള വലിയ വലിയ ദണ്ടുണ്ടല്ലോ, അത് വലിയ കടുപ്പമുള്ളതാ കൂട്ടരെ. അതുകൊണ്ട് നരകത്തെ കുറിച്ച് ഓർക്കണേ എന്ന് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ഉറച്ചു ചൊല്ലിക്കോ, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. കഥ പറയാമോ? ഇത് കഥ പറയാമോ? ഇത് ആസ്വദിക്കാൻ പറയാമോ? ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വിലയിരുത്താൻ പറയാമോ? ആ പ്രസംഗത്തെ കുറിച്ച് ഒന്ന് വിലയിരുത്താൻ വേണ്ടിയാണോ ഈ പറയുന്നത്? ഒന്ന് ചിന്തിക്ക് സഹോദരങ്ങളെ. അടുത്ത നിമിഷത്തിൽ അയാൾ നരകാവകാശിയാണെങ്കിൽ റൂഹ് പിരിയുമ്പോ മുതൽ തുടങ്ങും. ഒന്നെങ്കിൽ ഖബർ സ്വർഗത്തോപ്പ, അല്ലെങ്കിൽ ഖബർ നരകക്കുണ്ട. ഇപ്പൊ ഇവിടെ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, നല്ല മസിൽ പവർ ഉണ്ടാവും, ജിംനാഷ്യത്തിലൊക്കെ പോയിട്ട്. കാരണം പാതിരാവിന്റെ പടിതിലൂടെ പടച്ചവനോടൊന്ന് പ്രാർത്ഥന നിർഭരമായ മനസ്സ് തുറന്നു വെക്കാൻ സമയമില്ല. പോവാ ജിംനാഷ്യത്തിലേക്ക്. എന്തിനാ? അന്യ പെണ്ണുങ്ങളെ തന്റെ നല്ല ടൈറ്റുള്ള ബോഡി കാണിച്ച് വശീകരിക്കാൻ, ആഭാസത്തരം കൊണ്ട് അരങ്ങ് തകർക്കാൻ പോവാ. അല്ലാതെ ആരോഗ്യത്തിന് വേണ്ടിയാണോ? എക്സർസൈസ് ചെയ്യണം, വ്യായാമം വേണം. ഇക്കാലത്ത് വളരെ അനിവാര്യമാ. കഴിക്കുന്ന ഫുഡ് മൊത്തവും പോയിസണാ, അതുകൊണ്ട് വ്യായാമം അനിവാര്യമാ. പക്ഷേ നിന്റെ നിയത്ത് എന്താ? ഒരേ ടെമ്പിൾസ് വെക്കുമ്പോ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉയർത്തുമ്പോ നീ പുഷപ്പ് ചെയ്യുമ്പോ പുള്ളപ്പ് ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ബൈസെപ്സ് ഇങ്ങനെ ഉരുണ്ടു കയറുമ്പോ നിനക്ക് സന്തോഷവാ. നിന്റെ ട്രൈസെപ്സ് ഇങ്ങനെ ചരിഞ്ഞു വരുമ്പോ നിനക്ക് വല്ലാത്ത ആവേശമാ. നിന്റെ ചെസ്റ്റ് ഇങ്ങനെ തുടിക്കുമ്പോ നിന്റെ ഹൃദയാന്തരാളത്തിൽ വല്ലാത്ത ലഹരിയാ. നിന്റെ വിങ്സ് കാണുമ്പോ നിനക്ക് വല്ലാത്ത രസവാ. നിന്റെ ഓരോ കപ്പ് ആൻഡ് ഷോൾഡർ നിനക്ക് കാണുമ്പോൾ നിനക്ക് പ്രത്യേകമായ ആവേശമാ. എന്തിനാവേശം? സ്വർഗത്തിലേക്കുള്ള ആവേശമല്ല, നരകമോചനം വാങ്ങാനുള്ള ആവേശമല്ല, ഭൗതികമായ രൂപത്തിൽ അരങ്ങ് തകർക്കാനുള്ള ആവേശമാ. എന്റെ ബോഡിയാ ഫിറ്റുള്ളത്, ഞാൻ ആരോഗ്യവാ. എന്നെ കണ്ടാൽ ആരും നോക്കും? ഞാനൊരു 220 അൾട്രേഷൻ ചെയ്ത ബുള്ളറ്റോ ഒക്കെ ഇങ്ങനെ പോയാൽ രണ്ട് കൈയൊക്കെ ഇങ്ങനെ ചരിച്ചു പിടിച്ചാൽ നോക്കാത്ത ആരാ? ഞാനാണ് ഇവിടുത്തെ മല്ലനും മഹാദേവനും എന്ന് വിചാരിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മുന്നോട്ട് പോകുമ്പോൾ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അത്രയും ആരോഗ്യം നിനക്കില്ല പൊന്നുമോനെ. അവരുടെ അത്രയും ചങ്കൂറ്റം നിനക്കില്ല പൊന്നുമോനെ. അവരുടെ അത്രയും ധീരത നിനക്കില്ല പൊന്നുമോനെ. അവരുടെ അത്രയും യശസ്സും അന്തസ്സും നിനക്കില്ല പൊന്നുമോനെ. അവരുടെ ഹൃദയത്തിന്റെ കാതലുള്ളതുപോലെ നിന്റെ ഹൃദയത്തിന് കാതലില്ല പൊന്നുമോനെ. അവർക്കുള്ളതുപോലെ കരുത്ത് നിനക്കില്ല പൊന്നുമോനെ. ആ ഉമറുൽ ഫാറൂഖ് ആടാ പറയുന്നത്, അക്സിറൂ ദിക്റന്നാർ, അക്സിറൂ ദിക്റന്നാർ, അക്സിറൂ ദിക്റന്നാർ. നരകത്തെ കുറിച്ചുള്ള ഓർമ്മ ഒന്ന് വർദ്ധിപ്പിക്കണേ. അല്ലാഹുമ്മ ഇത്ഖിനാ മിനന്നാർ. മനസ്സിലൊന്ന് കൊള്ളിച്ചു പറഞ്ഞ ചെറുപ്പക്കാരാ, അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തന്ന് നരകമോചനത്തിന്റെ പത്താറബ് ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളിനെയും നരകത്തിന്റെ അഗ്നിയിൽ വലിച്ചെറിയല്ല റബ്ബ്. നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇത്ഖിനാ മിനന്നാർ, അല്ലാഹുമ്മ ഇത്ഖിനാ മിനന്നാർ, അല്ലാഹുമ്മ ഇത്ഖിനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അതിരക്ഷിക്കുമാറാകട്ടെ. വല്ല പേടിയുണ്ടോ? പാപം ചെയ്യുമ്പോ ഇതിനൊക്കെ കണക്ക് പറയണമെന്നല്ല പേടിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, നീ വളരെ മയത്തിൽ ഇവിടെ ശ്രദ്ധിക്ക. നരകത്തിന്റെ വിഷയ പറയുന്നത്. അതിന്റെ അടുക്ക് വേറൊന്നും പാടില്ല, ഇവിടെ തന്നെ ശ്രദ്ധിക്കുക. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറയാ, നിനക്ക് തമാശയാ പാപം ചെയ്യുമ്പോ. കൊടും കടുപ്പമുള്ള പാപം ചെയ്യുമ്പോ നിന്റെ മനസ്സിന്റെ അന്തരംഗത്ത് ഒരു സന്തോഷമാ. നീ പുഞ്ചിരിച്ചുകൊണ്ട് പാപം ചെയ്താൽ, നീ ചിരിച്ചുകൊണ്ട് പാപം ചെയ്താൽ
അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ മൻ അതൽ ഖതീഅത വയദ്ഹകു മൻ അതൽ ഖതീഅത വയദ്ഹകു ചിരിച്ചുകൊണ്ട് നീ പാപം ചെയ്താൽ ദഖലൻ നാറ വഹുവ യബ്കീ കരന്നുകൊണ്ട് നരകത്തിൽ വലിച്ചെറിയും കേട്ടോ, കരന്നുകൊണ്ട് നരകത്തിൽ കടന്നു പോകും കേട്ടോ. തമ്പുരാനെ കാക്കണേ അല്ലാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നമ്മളാരും മഅ്സൂമല്ല, നമ്മളാരും പാപത്തെ തൊട്ട് കാക്കപ്പെട്ടവരല്ല. നമ്മളെല്ലാം പിഴവുകൾ മേളിച്ച ആളുകളാ, ഒരുപാട് പാപം ചെയ്തിട്ടുള്ള ആളുകളാ. പകൽ വെളിച്ചത്തിൽ പാപം ചെയ്തവരാ, രാത്രിയുടെ കൂരിരുളിന്റെ അന്തരംഗത്ത് പാപം ചെയ്തവരാ, ജനമധ്യത്തിൽ പാപം ചെയ്യുന്നവരാ, അസാന്നിധ്യത്തിൽ പാപം ചെയ്യുന്നവരാ, പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ബാഹ്യമായും ആന്തരികമായും പാപങ്ങളുമായി ബന്ധപ്പെടുന്നവരാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാപം വന്നുപോയാൽ, ഒരു പക്ഷേ പാപത്തിന് നീ ബന്ധപ്പെട്ടു പോയാൽ പടച്ചവന്റെ കരുണയുടെ കവാടങ്ങളെ മറക്കണ്ട ചെറുപ്പക്കാരാ. ഈ പാപിയായിട്ട് മരിക്കാനാണോ നിന്റെ തീരുമാനം? ചെറുപ്പക്കാരാ, നരകമുണ്ട്, മറന്നു പോകണ്ട. സഹിക്കാൻ പറ്റൂല ചെറുപ്പക്കാരാ. കൈകൾ കടിച്ചു മുറിക്കുമെന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ. കൈ കടിച്ചു മുറിക്കും. നമ്മൾ പറയത്തില്ല, എടാ നീയൊക്കെ കൈ കടിച്ചോളും. സാധാരണ നമ്മൾ പറയാറുണ്ട്, നീയൊക്കെ കൈ കടിച്ചോളും, കൈ കടിക്കേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട്. ഒരു ഭംഗി വാക്ക് പറയാറുണ്ട്, ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗം നടത്താറുണ്ട്. ഹബീബായ പ്രവാചകൻ പറയുക, രണ്ട് കൈയും അവന്റെ ഉണ്ണാക്കിലേക്ക് ഇട്ടവൻ കടിച്ചു മുറിക്കും. അള്ളാഹുവിന്റെ ദുനിയാവിൽ അവൻ കാണിച്ച ആഭാസങ്ങൾ നടത്തിയ അമൂല്യമായ സമയത്തെ പടച്ചവനിലേക്ക് തിരിച്ചുവിടാതെ ആഭാസങ്ങൾക്ക് കൂട്ടുനിന്നവൻ കൈകൾ കടിച്ചു മുറിക്കും. പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ. ആ ഖേദം അവിടെ ഖേദിച്ചിട്ടൊന്നും കാര്യമില്ല. കൈയെന്നല്ല, കാല് കടിച്ചു മുറിച്ചിട്ടും പിന്നൊരു കാര്യമില്ല. അത്ര ഖേദവാത്. കാരണം കളിവിടല്ലോ ചെറുപ്പക്കാരാ. കളി നടക്കാനുള്ള, അംഗം നടക്കാനുള്ളത് പരലോകത്തിലാ. ചിന്തിക്കാൻ തൗഫീഖ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ്, ചിരിച്ചുകൊണ്ടൊക്കെ പാപം ചെയ്യുന്നവർ ചിന്തിച്ചോളിൻ, കരഞ്ഞുകൊണ്ട് നരകത്തിൽ പോകും മുഹമ്മദ് മുസ്തഫ. ആലോചിച്ചു അല്ലേ? ലോകത്തിലുള്ള മുഴുവൻ മിമ്പർ എന്തിനാ ഉപയോഗിക്കുന്നത്? സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ എന്ന് പറഞ്ഞങ്ങൾ മിമ്പർ എന്തിനാ ഉപയോഗിക്കുന്നത്? അതന്നെ ഖുതുബ ഓതാൻ. ഖുതുബ കേൾക്കുമ്പോ പല ജോലിയാ. പഴയ കാലമൊക്കെ പോയി. പള്ളിയിൽ റേഞ്ച് ഉണ്ടെങ്കിൽ നല്ല 3G ആണെങ്കിൽ പിന്നെ പറയാനില്ല. ഇമാം ഇങ്ങനെ ഖുതുബ ഓതും, നമ്മളിങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ മറിച്ച് ഒരറ്റത്തൂടെ കാണാം. മടിയിൽ വെച്ച് ആരും അറിയില്ല. അങ്ങനെ രണ്ട് ഭാഗത്തിന്റെ അടക്കങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ മറിച്ച് ഇടാ. ഇമാം ഇങ്ങനെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ എന്നൊക്കെ ഇങ്ങനെ പറയും. നമ്മളിങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റ് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, പലർക്കും കൊടുക്കും, പല പേസ്റ്റും പോസ്റ്റും ഒക്കെ നമ്മൾ നടത്തും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാ കണ്ടുവരുന്നത്. മറന്നു പോകേണ്ട ചെറുപ്പക്കാരാ. അതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ, അതിനെ തൊട്ടൊന്ന് അശ്രദ്ധമാകാൻ നിനക്ക് ഈമാനുണ്ടോ? അപ്പോഴും ചിന്ത മൊബൈലല്ലേ. ഒരു കോള് വരുമ്പോ നീ സൈലന്റ് ആക്കി ഇടുമ്പോഴും നിന്റെ മൊബൈലിന്റെ അവസ്ഥ എന്താ? വൈബ്രേഷൻ അല്ലേ ചെറുപ്പക്കാരാ? പിന്നെന്തിനാ നീ അത് സൈലന്റ് ആക്കിയ അർത്ഥം എന്താ? നീ പിന്നെ സൈലന്റ് ആക്കിയ അർത്ഥം എന്താ? വൈബ്രേഷനാ. അങ്ങനെ വിറക്കും നമ്മള് അല്ലാഹു അക്ബർ എന്ന് കൈ കെട്ടുമ്പോൾ. പോയി നിസ്കാരം. പഠിച്ചവനെ ആരാ വിളിക്കുന്നത്? അവളടുത്ത് ഞാൻ പറഞ്ഞു, ജുമാ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. അവളാണോ വീട്ടിൽ നിന്നാണോ, ആണോ ഗൾഫിൽ നിന്നാണോ, കച്ചവടക്കാരാണോ, പൈസ കിട്ടാനുള്ളിടത്ത് നിന്നാണോ കൊടുക്കാൻ? ഇങ്ങനെ ചിന്തയല്ലേ, സാധാരണയല്ലേ? ഒരു കോള് നമ്മുടെ ശരീരത്തിൽ ആ കോള് വന്നു നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പലമാതിരി ചിന്തകളല്ലേ? മനുഷ്യരല്ലേ നമ്മള്? അതുകൊണ്ടത് ഒന്നെങ്കിൽ നീ അറിയാത്ത രൂപത്തിലെങ്കിലും ഒന്ന് സൈലന്റ് ആക്കിയിട്. പള്ളിയിൽ കാല് കഴുകി കയറണമെന്ന് എഴുതിയില്ലെങ്കിലും പള്ളി കമ്മിറ്റിക്കാര് ഇപ്പൊ വലിയ അക്ഷരത്തിൽ ബോർഡ് വെക്കുന്ന എന്താ പറയും? മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണോ? ആലോചിക്കുക നിങ്ങൾ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാലും ആദ്യം തന്നെ കാല് കഴുകുന്നിടത്തൊരു ബോർഡ് ഉണ്ടാവും, ഹൗദിന്റെ കരയിൽ ഒരു ബോർഡ് ഉണ്ടാവും, പള്ളിയുടെ സൈഡിൽ ബോർഡ് ഉണ്ടാവും, നോക്കുമ്പോ കിബിലയുടെ മുകളിൽ ബോർഡ് ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക, സ്വിച്ച് ഓഫ്. ഇന്ന് വരെ ആരും സ്വിച്ച് ഓഫ് ചെയ്യുന്നില്ല, സൈലന്റിലാ പരിപാടി നടക്കുന്നത്. ഞാൻ പറയുന്നത്, ഓരോ ഖുതുബയുടെയും ഇടയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ മുഴുവൻ മിമ്പറുകളിലും ശബ്ദിക്കുന്നത് എന്താ? ഒരു പ്രാർത്ഥന മാത്രമുണ്ട്.
3 വട്ടം പറയുന്ന പ്രാർത്ഥന. ഒന്ന് ചിന്തിക്കുക നിങ്ങൾ, ഖൽബിലൊരു അനക്കം ഉണ്ടാവട്ടെ. ഒരു ദിവസം 21,600 ചിന്തകൾ മിന്നിമറയുന്ന ഹൃദയം, സയൻസിന്റെ അഭിപ്രായ പ്രകാരം ഒരു ദിവസം 21,600 ചിന്തകൾ ആ ചെറുപ്പക്കാരാ നമ്മുടെ ഹൃദയാന്തരാളത്തിലൂടെ മിന്നിമറയുന്നത്. ആ ചിന്തകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ചുള്ള ചിന്ത എന്താ? 21,600 ചിന്തകളിൽ 10 ചിന്ത പടച്ചവനെ കുറിച്ചുണ്ടോ? പൊന്നുമോനെ, 10 ലക്ഷം കോശങ്ങളുള്ള നമ്മുടെ മെമ്മറി ഉണ്ടല്ലോ, മസ്തിഷ്കമുണ്ടല്ലോ, ബ്രെയിൻ ഉണ്ടല്ലോ, തലച്ചോറുണ്ടല്ലോ. അതുകൊണ്ടൊന്ന് ചിന്തിക്കേണ്ട ചെറുപ്പക്കാരാ, ചിന്തിക്കാൻ തയ്യാറാവും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്ന് ഗൗരവത്തിൽ ആലോചിക്കുക, ഒന്ന് ഗൗരവത്തിൽ ചിന്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മനസ്സൊന്ന് നന്നാകട്ടെ. വേറെ എന്തും നന്നായിട്ട് കാര്യമില്ല, വേറെ ഒന്നും നന്നായിട്ട് കാര്യമില്ല. മനസ്സ് നന്നാവും. അള്ളാഹിനെ പേടിച്ചിട്ട് ഇബാദത്ത് ചെയ്യുക, റബ്ബിനെ ഭയപ്പെട്ട് 2 റക്അത്ത്, അല്ലാതെ ഒരു കോടി നിസ്കരിച്ചിട്ടും കാര്യമില്ല. അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് 2 റക്അത്ത്, അതിൽ ക്വാളിറ്റി ഉള്ള. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കൃത്യമായി നിത്യമായി റബ്ബിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ഇബാദത്തുമായി അടുക്കുക. 2 രീതിയിലാ. ബൈനൽ ഖൗഫി വറജാ, അള്ളാഹിനോടുള്ള ഇഷ്ടം ഉണ്ടാവണം, പടച്ചവനോടുള്ള ആഗ്രഹം ഉണ്ടാവണം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി ഉണ്ടാവണം. 2ന്റെ ഇടക്ക അൽ ഈമാനു ബൈനർ റജാഇ വൽ ഖൗഫ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആലോചിച്ച് നോക്കി, ഈ പറയപ്പെട്ട മിമ്പറുകളിൽ ആഴ്ച ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥനയുണ്ട്. ആവർത്തിച്ചു പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ ഖുതുബയിൽ. വളരെ പ്രധാനപ്പെട്ട യൗമുൽ ജുമുഅ, മലക്കുകൾ അണിനിരക്കുന്ന യൗമുൽ ജുമുഅ. ഓരോ പള്ളികളും ആത്മീയമായ പ്രത്യേകമായ വജസ്സുകൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന യൗമുൽ ജുമുഅ. ലോകത്തിന്റെ സത്യവിശ്വാസികൾ എല്ലാവരും ഒന്നുപോലെ ഒരുമിച്ചുകൂടി റബ്ബിലേക്ക് അടുക്കുന്ന യൗമുൽ ജുമുഅ. ആ യൗമുൽ ജുമുഅയിൽ ഒരു പ്രാർത്ഥന ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഏതാണ് ആ പ്രാർത്ഥന എന്നറിയുമോ? അല്ലാഹുമ്മ അജ്റുനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റുനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റുനാ മിനന്നാർ. തമ്പുരാനേ, നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. മിമ്പറുകളുടെ മുകളിൽ നിന്നുകൊണ്ട് ഓരോ ഖതീബുമാരും മിമ്പറുകളുടെ മുകളിൽ നിന്നുകൊണ്ട് ദ്വാരക്കുമ്പോൾ സത്യവിശ്വാസികളെ ആമീൻ പറയണ്ടടോ, മനസ്സറിഞ്ഞ് ആമീൻ പറയണ്ടടോ. അല്ലാഹുമ്മ ലാ തശ്ഫി ഖൽഖനാ ബിന്നാർ, നരകത്തിലിട്ട് ചുട്ടുകരിക്കല്ല റബ്ബേ, നരകത്തിലിട്ട് ചുട്ടുകരിക്കല്ല റബ്ബേ. വലാ തജഅൽനാ മിൻ ഹതബിന്നാർ, നരകത്തിന്റെ കൊള്ളികളാക്കല്ല റബ്ബേ, നരകത്തിന്റെ കൊള്ളികളാക്കല്ലേ അല്ലാഹ്, നരകത്തിന്റെ കൊള്ളികളാക്കല്ലേ അല്ലാഹ് എന്ന് മിമ്പറയിൽ ലോകത്തിന്റെ മുഴുവൻ വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള വിശ്വാസികളുടെ മുഴുവൻ മിമ്പറുകളിലും പള്ളി മിമ്പറുകളിലും മുഴങ്ങുന്ന പ്രാർത്ഥനയാ ചെറുപ്പക്കാരാ. ഒന്ന് ആത്മാർത്ഥമായി നീയെങ്കിലും വെള്ളിയാഴ്ച പറയുമ്പോൾ മനസ്സുകൊണ്ടൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോ. വരുന്നത് വിശുദ്ധമായ റമദാനിന്റെ അവസാനങ്ങളിലുള്ള ജുമാ ദിവസമാ മറന്നു പോകണ്ട. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നരകത്തിന്റെ വിഷയം വല്ലാത്ത ഗൗരവ. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, നരകത്തില് എങ്ങനൊക്കെ സുഖം അള്ളാന്റെ ദുനിയാവിൽ അനുഭവിച്ചാലും ഒരു വട്ടം ഒന്ന് നരകത്തിലൊന്ന് മുക്കി പൊക്കിയിട്ട് അവനോട് ചോദിക്കാം, നിനക്ക് വല്ല സുഖം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറയും ലാ. ഞാൻ ആ ഭാഗത്തേക്ക് വരിക. എന്താ പറഞ്ഞത്? ദുനിയാവിൽ എത്ര വലിയ സുഖങ്ങളുടെ പ്രമത്തതയിലൂടെ മുന്നോട്ട് പോയാലും നരകത്തിൽ ഒരു വട്ടം ഒന്ന് വംസ് ചെയ്തിട്ട് മലക്കളോട് പറയും, ഒന്ന് മുക്കാൻ പറയും. ഞാൻ ആ ഭാഗത്തോട്ട് വരുന്നതിനെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പോ സഹോദരങ്ങളെ, ആ നരകം പോരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഹബീബായ പ്രവാചകൻ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന അക്സറു ദുആഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ പ്രവാചകന്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും അധികരിച്ച പ്രാർത്ഥന എന്താണെന്നറിയുവോ? കൂടുതലും അല്ലാഹുവിന്റെ റസൂൽ ദ്വാരുന്ന പ്രാർത്ഥന ഏതാണെന്നറിയുമോ? ഒന്ന് പഠിച്ചു വെച്ചോ, ഒന്ന് പഠിച്ചു വെച്ചോ. നമുക്ക് പരിചയമുള്ളതാ, പക്ഷേ അറിഞ്ഞുകൊണ്ട് ദ്വാരുന്നു. ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും മറക്കുന്നതാ, ഈ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും നമ്മൾ ആമീൻ പറയുന്നതാ. പക്ഷെ അത് പറയുമ്പോ ഇനി ഹബീബ് കൂടുതൽ പറഞ്ഞ പ്രാർത്ഥനയാണല്ലോ റബ്ബേ, അതുകൊണ്ട് ഞാൻ ആ ഒരു മനോഗതിയോടുകൂടി അതിന് ആമീൻ പറയട്ടെ. അപ്പൊ അതിനൊരു പവറാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതാണ് ആ പ്രാർത്ഥന? ഏതാണ് ആ പ്രാർത്ഥന സഹോദരങ്ങളെ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ, ബാക്കി പറഞ്ഞേ,
وقنا عذاب النار وقنا عذاب النار وقنا عذاب النار പടച്ചവനെ ഇരുലോകത്തിലും നന്മ തരണേ അല്ലാഹ്. എന്തിനുള്ള പ്രധാനപ്പെട്ട നിർത്തിയതാ പ്രാർത്ഥനയേതാ? ഹബീബ് കൂടുതൽ ചോദിച്ചതേതാ? മുത്ത് റസൂൽ കൂടുതൽ തന്നതേതാ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനാ വഖിനാ അദാബന്നാർ. നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇത്ഖിനാ മിനന്നാർ. അദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. റബ്ബേ, ആ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, ആ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നരകം പറയുമ്പോൾ കരയാത്ത കണ്ണുകളുണ്ടോ? ആ നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയം വരാത്ത ഈമാനുള്ള ഏതെങ്കിലും ഹൃദയമുണ്ടോ? ഈമാൻ ഉണ്ടെങ്കിൽ നരകത്തെക്കുറിച്ച് പറയുമ്പം പേടിയുണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഖുർആനിൽ ഇങ്ങനെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹബീബായ പ്രവാചകന്റെ പ്രാർത്ഥന ഇങ്ങനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉമറുൽ ഫാറൂഖ് പറഞ്ഞത് ഇങ്ങനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സത്യവിശ്വാസികൾ ഇങ്ങനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെല്ലാം കണ്ടാലും അനുഭവിച്ചാലും ഒരു കാര്യം ഉണ്ടാവൂല. അതുകൊണ്ട് ഈമാനുള്ള ഹൃദയങ്ങൾ കൊണ്ട് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ നരകമുണ്ടല്ലോ, ഖുർആനിൽ പറഞ്ഞ നരകമുണ്ടല്ലോ, മുൻഗാമികൾ പഠിപ്പിച്ച നരകമുണ്ടല്ലോ, അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന നരകത്തിന്റെ തീയുണ്ടല്ലോ. ആ തീയിനെ കുറിച്ച് കേൾക്കുമ്പോൾ കരച്ചിൽ വരാത്ത ആരെങ്കിലും ഉണ്ടോ? സുബ്ഹാനല്ലാഹ്. ഒരു ശൈഖ് ഇങ്ങനെ നടന്നു വരികയാ, ഒരു വലിയ മഹാൻ ഇങ്ങനെ നടന്നു വരികയാ. നടന്നു വരുമ്പോൾ വഴി മധ്യേ ഒരു ചെറിയ കുട്ടിയെ കാണുകയാ. ഫബകസ്സബിയു. കുട്ടി ഇങ്ങനെ നിലവിളിച്ച് കരയുകയാ, കുട്ടി ഇങ്ങനെ അലമുറയിട്ട് കരയുകയാ, കുട്ടി ഇങ്ങനെ വല്ലാതെ നിലവിളിച്ച് കരയുകയാ, വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കുട്ടി കരയുകയാ. അല്ലാ 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 അല്ലാ. ആ കുട്ടി ഇങ്ങനെ കരയുകയാ, പ്രയാസപ്പെട്ട് നിലവിളിച്ച് കരയുകയാ. ഉടൻ തന്നെ കാല ശൈഖു, ആ ശൈഖായ മനുഷ്യൻ പണ്ഡിതൻ മഹാൻ ചോദിക്കുന്നു, മായുബ്കീകയാ സബിയു മായുബ്കീകയാ സബിയു മായുബ്കീകയാ സബിയു. എന്തിനാ പൊന്നുമോനെ നീ കരയുന്നത്? ഒന്ന് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. ആ കുട്ടിയോടാ ശൈഖ് ചോദിക്കുകയാ, എന്തിനാടാ പൊന്നുമോനെ നീ കരയുന്നത്? നീ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? നീ എന്തിനാ ഒറ്റക്കിരുന്ന് പൊട്ടിക്കരയുന്നത്? പൊന്നുമോനെ പറയടാ എന്ന് പറയുമ്പോൾ ഖാല സബിയു, ആ കുട്ടി പറയുകയാ, ഖറഅത്തുൽ ഖുർആൻ ഖറഅത്തുൽ ഖുർആൻ ഖറഅത്തുൽ ഖുർആൻ. ഞാൻ അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ പാരായണം ചെയ്തു ശൈഖേ. ഞാൻ റബ്ബിന്റെ കലാം ഓതിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഓതി 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 ഹത്താ ജാഅത് ഹാദിഹിൽ ആയ, ഹത്താ ജാഅത് ഹാദിഹിൽ ആയ. ഒരായത്തെത്തി, ഒരായത്തെത്തി. ഏതാണ് ആയത്തെന്നറിയുവോ? മനസ്സിന്റെ അന്തരംഗത്തൊന്ന് അടയാളപ്പെടുത്തുവോ? മനസ്സിന്റെ അന്തരംഗത്തൊന്ന് കുറിച്ചിടുവോ? ഏതാണ് ആ ആയത്ത്? ആ കുട്ടി പറയുന്ന ആയത്ത് ഏതാണെന്നറിയുവോ? ആ കുഞ്ഞുമോൻ ഓതുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. കുട്ടി കരന്നുകൊണ്ടോടുകയാ. എന്താണ് അതിന്റെ അർത്ഥം സഹോദരങ്ങളെ? എന്താണ് അതിന്റെ മഅന സഹോദരങ്ങളെ? യാ അയ്യുഹല്ലദീന ആമനു. ഈമാനുണ്ടെന്ന് പറയുന്നവരോട് അല്ലാഹുവിന്റെ ചോദ്യവാ, അല്ലാഹുവിന്റെ ചോദ്യവാ, എന്റെ ചോദ്യമല്ല, റബ്ബിന്റെ ചോദ്യവാ. ഈമാനുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നവരോട് അല്ലാഹുവിന്റെ ചോദ്യവാ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ ചിന്തിക്കണേ സഹോദരങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും ഖൂ
അൻഫുസക്കും അൻഫുസക്കും. നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാക്കണേ. നിങ്ങളുടെ ശരീരങ്ങൾ മാത്രം സൂക്ഷിച്ചാൽ പോരാ, നിങ്ങളുടെ കുടുംബക്കാരുടെ വഅഹ്ലീക്കും, നിങ്ങളുടെ കുടുംബക്കാരുടെ ശരീരങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളുടെ കുടുംബക്കാരുടെ ശരീരങ്ങളെയും സൂക്ഷിക്കണേ. എന്തിനെ തൊട്ട് സൂക്ഷിക്കണേ? നരകത്തെ തൊട്ട് നിങ്ങളെ സൂക്ഷിക്കണേ. വഖൂദുഹാ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് എന്താണെന്നറിയുവോ? അള്ളാഹുവിന്റെ ഖുർആനാ സഹോദരങ്ങളെ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് ആ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. പച്ച മനുഷ്യരെയാ നരകത്തിൽ കത്തിക്കുക, പച്ച മനുഷ്യരെയാ നരകത്തിൽ കത്തിക്കുക. വൽ ഹിജാറ, വലിയ വലിയ കല്ലുകളെയാ നരകത്തിൽ കത്തിക്കുക. അല്ലാഹുമ്മ ഇത്ഖിനാ മിനന്നാർ. വറച്ചാമീൻ പറയും റബ്ബിനോട് ചോദിക്കുന്ന അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുമ്മ ഇത്ഖിനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇത്ഖിനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇത് പറഞ്ഞുകൊണ്ട് ആ കുട്ടി പറയുന്നു, വഖിഫ്തു, ഞാൻ പേടിച്ചു പോയി ശൈഖേ, അയ്യുൽഖിയനില്ലാഹു ഫിന്നാർ. അല്ലാഹു എന്നെ നരകത്തിലിടുവോന്ന് ഞാൻ ഭയപ്പെട്ടു പോയി ശൈഖേ. അല്ലാഹു എന്നെ നരകത്തിലിടുവോന്ന് ഞാൻ ഭയപ്പെട്ടു പോയി ശൈഖേ. ഉടൻ തന്നെ ആ ശൈഖ് പറയുകയാ, പൊന്നു മോനെ, അന്ത സബീർ, നീ കുട്ടിയല്ലടോ, നീ ചെറിയ കുട്ടിയല്ലടോ, നീ എന്തിനാ പേടിക്കുന്നത്? ലാ തഖഫ്, നീ പേടിക്കണ്ട. അന്ത മഅസൂമുൻ, നിനക്ക് പാപമൊന്നുമില്ലല്ലോ, നീ ചെറിയ കുട്ടിയല്ലടോ, നീ എന്തിനാ ഭയക്കുന്നത്? നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ വിഷമിക്കുന്നത്? നീ കരയല്ലടോ. അന്ത മഅസൂമുൻ, നിനക്ക് പാപമില്ലല്ലോ, അതുകൊണ്ട് ലാ തസ്തഹിഖിന്നാർ, നരകത്തിൽ ഒരിക്കലും നീ കടക്കൂല, നരകത്തിൽ നിന്നെ വലിച്ചെറിയൂല്ല. ഉടൻ തന്നെ കുഞ്ഞുമോന്റെ വലിയ ചോദ്യം, കുഞ്ഞുമോന്റെ വലിയ ചോദ്യം, ആ കുഞ്ഞുനാവിൽ നിന്ന് വന്ന മാലോകർ കേൾക്കാനുള്ള വലിയ വിശാലമായ ചോദ്യം, യാ ശൈഖേ ഹംദാക്കിൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ശൈഖേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ശൈഖേ? ആ കുഞ്ഞു ചോദിക്കുകയാ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ശൈഖേ? അലാ തറാ, നിങ്ങൾ കാണുന്നില്ലേ ശൈഖേ? അന്നന്നാസ ഔഖദൂ നാറാ, ജനങ്ങൾ വിറക് കത്തിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ശൈഖേ? ലിഹാജത്തിഹിം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണ ജനങ്ങൾ വിറക് കത്തിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ശൈഖേ? അവരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിറക് കൊള്ളികൾ കത്തിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വളഴു, ആദ്യമായി അവർ വെക്കുന്നത് സിഗാറൽ ഹതബി, വലിയ വിറകല്ലല്ലോ ശൈഖേ, ചെറിയ വിറകൊള്ളിയല്ലേ ശൈഖേ? ചെറിയ വിറകുകൊള്ളിയല്ലേ? ആദ്യമായിട്ട് എളുപ്പം കത്തിക്കിട്ടാൻ, തീ പെട്ടെന്ന് കത്തിക്കിട്ടാൻ അടുപ്പിൽ വെക്കുന്നത്, മറ്റാവശ്യത്തിന് വെക്കുന്നത് ചെറിയ വിറകുകൊള്ളിയല്ലേ എന്ന് പറയുകയാ. സുമ്മ വലഉൽ കബീർ, പിന്നെയല്ലയോ, പിന്നെയല്ലയോ വലിയ വിറകുകൊള്ളികൾ വെക്കുന്നത് ശൈഖേ? അതങ്ങ് പറഞ്ഞപ്പോ വലിയ പൊട്ടിക്കരച്ചിലാ, കുട്ടിയെക്കാളും വലിയ കരച്ചിലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, ഇപ്പൊ ശ്രവിക്കുന്ന പെങ്ങളെ, ഇപ്പൊ ലൈവായിട്ട് ശ്രവിക്കുന്നവരെ, പിന്നീട് അപ്പൊ ഇത് കേട്ടാലും ഒന്ന് ചിന്തിക്കുമോ? പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ കൈകളിലെത്തിയാൽ ഈ വിനീതിന്റെ വാക്കുകൾ ഓർക്കുമോ? റബ്ബിന്റെ കലാമു ചിന്തിക്കുമോ? നരകത്തിന്റെ വിശദീകരണം, നരകത്തിന്റെ കടുപ്പമൊന്നും ഓർക്കുമോ? സഹോദരങ്ങളെ, പൊട്ടിക്കരഞ്ഞുപോയ ശൈഖ് പൊട്ടിക്കരഞ്ഞുപോയി. നാഥനായ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നരകത്തിന്റെ കൊടും ഭീകരമായ, പരലോകത്തിന്റെ കൊടും ഭീകരമായ ഭീഭത്സമായ രംഗങ്ങൾ ആരോരുമില്ല സഹോദരങ്ങളെ, രക്ഷപ്പെടുത്താൻ ആരോരുമില്ല സഹോദരങ്ങളെ. നരകത്തിന്റെ അവസ്ഥ എന്താ? പരലോകത്തിന്റെ അവസ്ഥ എന്താ? അവിടെ ചെന്നാൽ തന്നെ ഒറ്റപ്പെടല. നരകത്തിൽ, പരലോകത്ത് ചെന്നാൽ തന്നെ ഒറ്റപ്പെടല. ആരും തിരിഞ്ഞു നോക്കൂല. മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ,
മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. പരലോകത്ത് ഇവിടെ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. നീ വിളിച്ചാൽ ആള് വരാനുണ്ടാവും. നീ ഒന്ന് ഞൊടിച്ചാൽ നിനക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ഗുണ്ടകൾ ഉണ്ടാവും. നീ ഏതൊക്കെ അടികൾക്കുള്ളിൽ അകപ്പെട്ടാലും നിമിഷങ്ങൾക്കുള്ളിൽ മോചിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. പല കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. പല പ്രൊട്ടക്ഷനും ഉണ്ടാവും. നിനക്കൊരു പേടിയും പേടിക്കേണ്ട. വലിയ പൊളിറ്റിക്കൽ സ്വാധീനമുള്ള ആളാ, രാഷ്ട്രീയമായി സ്വാധീനമുള്ള ആളാ. പേടിക്കണ്ട. പക്ഷേ അല്ലാഹുവിന്റെ പരലോകത്ത് ചെല്ലുമ്പോ ഒറ്റപ്പെടുന്ന വേളകളുണ്ട്. ഞാനൊന്ന് ചേർത്തൊന്ന് പറയട്ടെയോ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയാകുന്ന മഹദിയായ ഇശ്വത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ മടിയില് അതേ ഹബീബായ പ്രവാചകന്റെ ഇട്ട തോഴനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോളാകുന്ന ബീബി ആയിഷ, ഹബീബിന്റെ ഇട്ടപ്പെട്ട ഭാര്യ ആയിഷ, ആയിഷാന്റെ മടിയിലാ കിടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ കാന റസൂഹു ഫീ ഹിജ്രിഹാ, ഹിജ്രി ആയിഷ, ആയിഷാന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാ. ഫനഇസ റബ്ബുല്ല, റബ്ബിന്റെ റസൂലും ഉറങ്ങിപ്പോയി, മയങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ റസൂൽ അമ്പിളിത്തിങ്ങളുടെ വരിട്ടമായ കണ്ണുകൾ നയനങ്ങളും നടന്നുപോയി. ആ സമയത്ത് ബീവി ആയിഷ ഫദകറത്തുൽ ആഖിറ, നരകത്തെ പരലോകത്തെ കുറിച്ചൊന്നോർത്തു, പരലോകത്തെ കുറിച്ചൊന്നോർത്തു. പരലോകത്തിന്റെ ഭീകരമായ കാഴ്ചകളൊന്നും മിന്നി മറഞ്ഞു. മഹദിയായ ആയിഷ, പ്രിയപ്പെട്ട പെങ്ങള്, നിനക്കാരാണ് നേതൃമതി പെങ്ങള്? റിയാലിറ്റി ഷോയുടെ അവതാരികളാണോ പെങ്ങള്? പാട്ടുപാടാൻ കഴിവുള്ള കുട്ടികളുടെ തോന്നിവാസങ്ങൾ അരങ്ങു തകർക്കുന്ന റിയാലിറ്റി ഷോയാണോ? അതിലുള്ള പെണ്ണുങ്ങളാണോ പെങ്ങളെ നിന്റെ ഇട്ട തോഴിമാർ? നാളെ സ്വർഗത്തിലെ തമ്പുരാട്ടിയാകുന്ന മഹദിയായ ആയിഷ, അവരുടെ കൈപിടിക്കണമെന്ന് ആഗ്രഹമുള്ള പെങ്ങള്, മനസ്സ് തുറന്നൊന്ന് കേൾക്കുമോ പെങ്ങള്? ഹബീബായ പ്രവാചകൻ ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുമ്പോ പരലോകത്തെ കുറിച്ചൊരു പേടി വന്നുപോയി. ഉടൻ തന്നെ ഫബക്കത്ത്, ആയിഷ ബീവി കരയുകയാ. അങ്ങനെ ഹത്താസാലദം ഉഹാ, ആയിഷ ബീവിയുടെ കണ്ണുനീരൊലിക്കുകയാ. നോക്കുമ്പോ ഫനഖത്ത് അലാ ഖദ്ദി റസൂലില്ലാഹ്, ഹബീബായ പ്രവാചകന്റെ സുന്ദരമായ വദനമുണ്ടല്ലോ, അവിടുത്തെ സുന്ദരമായ കവിൾത്തടമുണ്ടല്ലോ, മയങ്ങിക്കിടക്കുന്ന അമ്പിളി തിങ്കളിന്റെ പൂമുഖത്തേക്ക് വീഴുന്നു. മഹദിയ ആയിഷ ബീവിയുടെ കണ്ണുനീര് കടിഞ്ഞു വീഴുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉണരുകയാ. ഹബീബായ പ്രവാചകൻ ഫന്തബഹാനബിതങ്ങൾ അപ്പോൾ ഉണരുകയാ. ഉണർന്നിട്ട് നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയാ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ട് കവിൾത്തടത്തിലൂടെ കണ്ണുനീര് പൊലിപ്പിച്ചുകൊണ്ട് വിവർണമായ മുഖത്തോടെ വിഷമത്തോടെ മടിയിൽ കിടക്കുന്ന തന്നെ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, യാ ആയിഷ മാ യുബ്കീകി യാ ആയിഷ, മാ യുബ്കീകി യാ ആയിഷ, മാ യുബ്കീകി യാ ആയിഷ, എന്തിനാ ആയിഷ നീ കരയുന്നത്? എന്തിനാ ആയിഷ നീ പൊട്ടിക്കരയുന്നത്? കാലത്ത് ഉടൻ തന്നെ ആയിഷ ബീവി പറയുകയാ, ദക്കറത്തുൽ ആഖിറ, ഞാൻ ആഖിറത്തിനെ കുറിച്ച് ഓർത്തുപോയി തങ്ങള്, എന്റെ പൊന്നു തിങ്കള്, ഞാൻ പരലോകത്തെ കുറിച്ച് ഓർത്തുപോയി. ഹൽ തദ്കുറൂന ഹിലീകും യൗമൽ ഖിയാമ, പരലോകത്തിൽ നിങ്ങൾ കുടുംബക്കാരെ ഓർക്കുവോ? അവിടെയുള്ള ആളുകൾ അവരുടെ കുടുംബത്തിനെ ഓർക്കുവോ? ഒറ്റപ്പെട്ടു പോകുന്ന വേളയല്ലയോ പരലോകം? ആ പരലോകമല്ലയോ സഹോദരങ്ങള് മാതാവിന്റെ ഗർഭാശയം എന്ന ലോകം, ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ആത്മീയ ലോകം, ആത്മാവുകളുടെ ലോകം. ആ ലോകത്ത് നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിൽ വന്നില്ലയോ? അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പാകുന്ന ഈ ഭൂമിയുടെ ഗർഭാശയത്തിലുള്ള ഭ്രൂണക്കുഞ്ഞുങ്ങളല്ലയോ? ഇനിയല്ലയോ നമ്മൾ സ്വതന്ത്രരാകാൻ പോകുന്നത്? ഇനിയല്ലയോ ജീവിതം തുടങ്ങാൻ പോകുന്നത്? പരലോകത്തിലൊന്ന് പ്രവേശിക്കണ്ടയോ? പരലോകത്തിന്റെ തിരുമുറ്റത്തൊന്ന് നിൽക്കണ്ടയോ?
ഉടമസ്ഥന്റെ മുഖത്തൊന്ന് നോക്കണ്ടയോ? റബ്ബുൽ ആലമീനോട് കൈകെട്ടി നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടയോ? ആയിഷാ ബീബി കരന്നുകൊണ്ട് പറയുകയാ, തങ്ങളെ പരലോകത്തിൽ ഒറ്റപ്പെട്ടു പോകുമല്ലോ, കുടുംബക്കാര് കണ്ടാ തിരിഞ്ഞു നോക്കാത്ത പരലോകം. ഉടൻ തന്നെ ഹബീബായ പ്രവാചകം പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വല്ലദീ നഫ്സീ ബിയദി, എന്റെ കരങ്ങൾ, എന്റെ നഫ്സ്, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കരങ്ങളിലാണോ, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കരങ്ങളിലാണോ, ആ തമ്പുരാനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ റസൂൽ ആണയിട്ടാ ചെറുപ്പക്കാരാ പറയുന്നത്, ആണയിട്ട് പറയുകയാ, എന്റെ കരങ്ങളും എന്റെ കാലുകളും എന്റെ ശരീരവും എന്റെ ആത്മാവും ഏതൊരു റബ്ബിന്റെ നിയന്ത്രണത്തിലാണോ, ഏതൊരു റബ്ബിന്റെ കരവലയത്തിലാണോ, ആ അല്ലാഹുവിനെ തന്നെ സത്യം. ഫീ സലാസതി മവാത്തിൻ, 3 ഘട്ടങ്ങളിൽ ആയിഷ, ഫഇന്ന അഹദൻ ലാ യദ്കുറു ഇല്ലാ നഫ്സാ, ശരീരത്തെ അല്ലാതെ മറ്റാരെയും ഓർക്കൂല ആയിഷ, സ്വന്തം ശരീരത്തെ മാത്രമേ ഓർക്കൂ ആയിഷ, തിരിഞ്ഞു നോക്കൂല ആയിഷ, പ്രകമ്പനം കേട്ടാലും തിരിയൂല ആയിഷ, ഏതൊക്കെ പ്രിയപ്പെട്ടവർ വന്നു പൊട്ടി കറന്നാലും ഒന്ന് നോക്കൂല ആയിഷ, ഏതൊക്കെ മക്കൾ വന്ന് വിളിച്ചാലും തിരിഞ്ഞു നോക്കൂല ആയിഷ, ഏതൊക്കെ രാവുകൾ പങ്കിട്ട പ്രിയപ്പെട്ട പ്രാണപ്രയസി വന്ന് നിലവിളിച്ചാലും ഒരു പ്രിയതമനും തിരിഞ്ഞു നോക്കൂല ആയിഷ, ഏതൊക്കെ മക്കൾ വന്ന് ചോദിച്ചാലും ഒരു മാതാവും നോക്കൂല, ഏത് മാതാവും ഒന്ന് വിളിച്ചാലും ഒരു മക്കളും നോക്കൂല. ആ രംഗം ഏതാണെന്ന് പഠിച്ചു വെച്ചോ സഹോദരങ്ങള്. അല്ലാഹുവേ, ആ രംഗങ്ങളെ അല്ലാഹു പൊരുത്തപ്പെടുന്ന നിലക്ക് കണ്ടുമുട്ടാൻ റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബിന്റെ റസൂലായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ആദ്യമായിട്ട് ഒന്നാമത്തെ രംഗം 3 രംഗങ്ങളിൽ, ആ തുലാസുകൾ വെക്കപ്പെടുന്ന സമയമുണ്ടല്ലോ, നന്മതിന്മകൾ തൂക്കപ്പെടുന്ന സമയമുണ്ടല്ലോ, ഓരോ മനുഷ്യന്റെയും ശ്രദ്ധ അവന്റെ കർമ്മങ്ങൾ അങ്ങനെ വെക്കുമ്പോൾ, ഒരു തട്ടിലേക്ക് നന്മ വെക്കുമ്പോൾ, ഒരു തട്ടിലേക്ക് അവന്റെ പാപം വെക്കുമ്പോൾ, ഒരു തട്ടിലേക്ക് അവന്റെ തിന്മ വെക്കുമ്പോൾ, മറുതട്ടിലേക്ക് അവന്റെ നന്മ വെക്കുമ്പോൾ, ജയപരാജയത്തിന്റെ സമയം, നരകസ്വർഗത്തെ നിർണയിക്കുന്ന സമയം, ജയാപജയങ്ങൾ നിർണയിക്കുന്ന സമയം, രക്ഷാശിക്ഷകളുടെ കവാടം പോലെ ഒരു സന്ദർഭം ആ സമയത്ത് നോക്കുന്നു, ആ സമയത്ത് നോക്കുന്നു. എവിടെയാ നോക്കുന്നത്? പരലോകത്തിന്റെ പരിസരം മറന്നുള്ള ശ്രദ്ധ. ദുനിയാവല്ല, ദുനിയാവല്ല, പരലോകത്തിന്റെ പ്രകമ്പനങ്ങൾ എത്ര വലുതാ. ആ പ്രകമ്പനങ്ങൾ പരിസരത്ത് പ്രകമ്പനമായി പൊട്ടിത്തെറിക്കപ്പെടുമ്പോ, വലിയ അലമുറകൾ കേൾക്കുമ്പോ തിരിയൂല ആയിഷ. ആ അമലുകളിലേക്ക് നോക്കുകയാ, ആ തുലാസിന്റെ സൂചിയിലേക്ക് നോക്കുകയാ. ഓരോ മനുഷ്യനും ആ തുലാസിന്റെ സൂചി നോക്കുമ്പോ അത് ഭാരം കുറവാണോ, നന്മയുടെ ഭാരം കുറവാണോ, തിന്മയുടെ ഭാരം കൂടുതലാണോ, നന്മ കുറവാണോ, തിന്മ കൂടുതലാണോ, തിന്മ കുറവാണോ, നന്മയാണോ മുന്തി നിൽക്കുന്നത്? ആ വല്ലാത്ത സമയം ഒന്നാമത്തെ സമയം മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ സമയം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, രണ്ടാമത്തെ സമയം അവന്റെ ഏടുകൊടുക്കുന്ന സമയമുണ്ടല്ലോ, അവന്റെ നന്മതിന്മകൾ രേഖപ്പെടുത്തപ്പെട്ട അവന്റെ ഏടുണ്ടല്ലോ, ആ 7 കരങ്ങളിലേക്ക് കൊടുക്കുന്ന സമയം. അത് വലത് കൈയിലാണോ, ഇടത് കൈയിലാണോ? അവന് തരുന്നത് മുൻഭാഗത്ത് കൂടിയാണോ, പിൻഭാഗത്ത് കൂടിയാണോ? മലക്ക് കൊണ്ടുവരുമ്പോ പരിസരം മറക്കുന്ന രണ്ടാമത്തെ സമയമാ. ഹത്താ യൻദുറ ബിയമീനിഹി യുഖദു കിതാബു ഔ ബിസിമാലിഹി. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. കേവലം സാങ്കല്പിക വിഷയങ്ങൾ പറഞ്ഞ് നമ്മളിങ്ങനെ കോൾമയിൽ കൊള്ളുകയാണോ?
സാങ്കല്പിക വിഷയങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കോൾമയിൽ കൊള്ളുകയാണോ? അല്ലല്ലോ. പരലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്, പരലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ. അടുത്ത വേള നമ്മെ കാത്തിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്തെന്നറിയുമോ? 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 മാതാവിന്റെ ഗർഭാശയമുണ്ടല്ലോ, മാതാവിന്റെ ഗർഭാശയമുണ്ടല്ലോ. ആ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞു 9 മാസവും 10 ദിവസവും തികഞ്ഞു കഴിയുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. പരലോകത്തിന്റെ പ്രവിശാലത അറിയാത്ത നരകത്തിന്റെ വിശാലത പറയുമ്പോൾ അതിനും വേണ്ടി വിശാലതയുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ സഹോദരങ്ങള്. അതാ മാതാവിന്റെ ഗർഭാശയത്തിൽ 9 മാസവും 10 ദിവസവും കടന്ന് ആ പൂർത്തിയാകുന്ന സമയം പുറത്തേക്ക് വരാൻ വേണ്ടിയുള്ള ടൈം ആകുമ്പോ മലക്ക് വന്ന് കണ്ട് പറയുകയാ, കുഞ്ഞെ കുഞ്ഞെ പുറത്തേക്ക് വരണം. ഉടൻ തന്നെ കുഞ്ഞിന്റെ പ്രതികരണം എന്താ? ഞാൻ എവിടെയാ പോകാനുള്ളത്? ആ കുട്ടിയുടെ പ്രതികരണവാ, ഞാൻ എവിടെയാ പോകാനുള്ളത്? ഉടൻ തന്നെ മലക്ക് പറയുകയാ, നീ കിടക്കുന്നത് ഒരു ചെറിയ ഇടവായിലുള്ളടഞ്ഞ ഇടവാ. അവിടെ നിനക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുന്നത് നിന്റെ ഉമ്മയാ, നിനക്ക് വേണ്ടി കാട്ടിക്കുന്നത് നിന്റെ ഉമ്മയാ, നിനക്ക് വേണ്ടി പ്രോട്ടീനും അതുപോലെ പോഷണമുള്ള ഭക്ഷണങ്ങളും നൽകുന്നത് ഉമ്മയാ. നിനക്കവിടെ റോളൊന്നുമില്ല. നിന്റെ റോളുള്ളൊരു സ്ഥലമുണ്ടത് ഭൂമിയാ. ആ ഭൂമിയാവുന്ന ലോകത്തേക്ക് കടന്നു വരണമെന്ന് ഓരോ കുഞ്ഞിനോടും മലക്കുകൾ ഗർഭാശയത്തിൽ കിടന്നതാ തിരിഞ്ഞും മറഞ്ഞും കളിക്കുന്ന കുട്ടികളോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഉടൻ തന്നെ കുഞ്ഞിന്റെ തിരിച്ചൊരു ചോദ്യമുണ്ട്. ഈ ഭൂമിയോ ഈ ഗർഭാശയത്തെക്കാൾ വിശാലമാണോ ഈ ഭൂമി? ഏത് ഭൂമിയാ? ഏത് ഭൂമി? ഇത്രയും വിശാലമായ ലോകത്ത് നിന്ന് ഞാൻ എങ്ങോട്ട് പോകാനാ? ഒന്ന് ചിന്തിക്കണേ, ഒന്ന് ശരിക്കൊന്ന് ചിന്തിക്കണേ. ഞാനും നിങ്ങളും ആ മറുപടി മറന്നു പോയേക്കാം. റബ്ബുൽ ആലമീൻ മറക്കൂല സഹോദരങ്ങള്. ഞാനും നിങ്ങളും മലക്കിനോട് പറയുകയാ, നമ്മളുടെ മലക്കുകളോട് പ്രതികരിക്കുകയാ. ഈ വിശാലമായ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്ന്, ഗർഭഗൃഹത്തിന്റെ അന്തരംഗത്ത് നിന്ന് ഞാനെവിടെ പോകാനാ? ഞാനെവിടെ പോകാനാ? ഉടൻ തന്നെ മലക്ക് പറയും, ഇതിലടഞ്ഞ നിനക്ക് കിടക്കാൻ പോലും സ്ഥലം തികയാത്ത ചുരുങ്ങിയ ഇടമാ. നിനക്ക് കടന്നു വരുമ്പോൾ വിശാലമായ ഭൂമിയും നീലാകാശവും പറവകളും പർവ്വതങ്ങളും ആർത്തിരമ്പി വരുന്ന അലമാലകളും ജീവിതത്തിന്റെ ലോകത്തിന്റെ ഭൂമിയുടെ സൗകുമാരികതകളും അതിന്റെ പ്രത്യേകതകളും വന്ന ശബളിമതകളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാ സഹോദരങ്ങള്. ഉടൻ തന്നെ ആ കുട്ടിയുടെ ചോദ്യം എന്താണെന്നറിയുവോ? ഇതിനേക്കാളും വലിയ ലോകമോ? ഇതിനേക്കാളും വലിയ ലോകമോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, രണ്ടാമത്തെ ഗർഭ, മൂന്നാമത്തെ ഇടവും രണ്ടാമത്തെ ഗർഭാശയവുമാകുന്ന ഭൂമിയിൽ വന്ന നമ്മളാകുന്ന ഭ്രൂണക്കുഞ്ഞുങ്ങളോട് നരകത്തിന്റെ കടുപ്പം പറയുമ്പോൾ, പരലോകത്തിന്റെ വിശാലത പറയുമ്പോൾ നമുക്കറിയില്ല, ഈമാനില്ല, ആ ലോകം കണ്ടിട്ടില്ല, കാണാനുള്ള കരുത്ത് നമുക്കില്ല. നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ട് നമ്മളും ആ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടികളെ പോലെ നമ്മളോട് പ്രതികരിക്കുകയാ. ഇങ്ങനെ ഒരു ലോകമോ? ഇങ്ങനെ ഒരു പ്രവിശാലമായ പരലോകമോ? ഒന്നാലോചിക്കാ ലോകമുണ്ട്. ആ ലോകത്തിന്റെ കാര്യങ്ങളാ പറയുന്നത്. ഏട് തരുമ്പോൾ അവന്റെ നന്മതിന്മകളെ രേഖപ്പെടുത്തുന്ന ഏട് തരുമ്പോൾ പരിസരം മറന്നു പോകും മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ ഘട്ടം മുഹമ്മദ് മുസ്തഫ. ഉറച്ചൊന്ന് ചെല്ല്. എല്ലാവരും ഉറച്ച് റാഹത്തായിട്ട് മദീന എന്ന ആ പരിശുദ്ധമായ അനുരാഗികളുടെ 1000 കോടാന കോടി അശ്രുക്കൾ വീണ് പുണ്യമായ പ്രണയിക്കുന്നവരുടെ പ്രത്യേകമായ പ്രപഞ്ചവും പ്രമേയവും ഒക്കെയാ മദീന. ആ മദീനയിൽ കിടന്ന് ഹബീബ് ഒന്ന് ചിരിക്കട്ടടോ. അഹ്ലു സുന്നയുടെ വിശ്വാസം അത് തന്നെയാ. ഹബീബിന് നമ്മൾ ചൊല്ലുന്ന സലാത്ത് ഈ വിശുദ്ധമായ റമളാനിൽ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് വിജ്ഞാനത്തിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ നിന്ന് അനുരാഗത്തിന്റെ രാജകുമാരന്റെ ആ ലോകത്തേക്ക് പറഞ്ഞു വിടട്ടെ. ഉറച്ചു ചെല്ലാത്മാർത്ഥമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബിന്റെ ചാരത്തെത്താൻ, ഹബീബിനെ ഒന്ന് കിനാവിൽ കാണാൻ, കണ്ടവർക്ക് വീണ്ടും കാണാൻ, പോയവർക്ക് വീണ്ടും പോകാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതൊരു ലോകം. ആ ഭാഗത്തേക്ക് തിരിച്ചു വരാൻ പറ്റൂല. അല്ലാഹു വേണ്ടതുപോലെ ഹബീബിനെ ആസ്വദിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.
ഹബീബിനെ ആത്മാർത്ഥമായി പ്രണയിക്കാനുള്ള മനസ്സും മനോഗതിയും അവസരവും അനുരാഗത്തിന്റെ സന്ദർഭങ്ങളും അല്ലാഹു നമുക്ക് ഓഷാരമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാ മൂന്നാമത്തെ ഘട്ടം നമ്മളെ വിഷയത്തോട് കണക്ട് ചെയ്യുന്ന പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് സിറാത്തിന്റെ ഘട്ടവും മറന്നു. ഏതാ സിറാത്ത്? ഇങ്ങോട്ടൊക്കെ വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ചെറുതും വലുതുമായ കുറെ പാലങ്ങൾ ഉണ്ടായിരുന്നു. ടോള് പിടിച്ചു വാങ്ങുന്ന പാലവും ടോളില്ലാത്ത ചെറിയ പാലവും, അങ്ങനെ പല സൈസ് പാലങ്ങളും കിടന്ന ഞാൻ ഇങ്ങോട്ട് വരുന്നു. ഏതാ സിറാത്ത്? കടവിട പാലമാണോ, നീണ്ടാരപ്പാലാണോ, ഏത് പാലവാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ വിവിധങ്ങളായ പാലങ്ങളുണ്ട്. സമുദ്രത്തിന്റെ മുകളിലൂടെ വിശാലമായ റിക്കാർഡുള്ള പാലങ്ങളുണ്ട്. ഞാൻ ആ ലിസ്റ്റിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള പാലമാണോ സിറാത്ത്? ആ പാലങ്ങളുടെ അടിയിൽ ഒരുപക്ഷെ സാഗരമാകാം. ഈ പറയപ്പെട്ട പാലങ്ങളുടെ അടിയിൽ ഒരുപക്ഷെ വിജനമായ പ്രദേശമാകാം, ഒരുപക്ഷെ കാടാകാം, ഒരുപക്ഷെ അരുവികളാകാം, ജലാശയങ്ങളാകാം, കുളങ്ങളാകാം, പുഴകളാകാം, പലതും ആകാം. പരലോകത്തിലെ പാലമുണ്ട്. ആ തലമുടിയുടെ നിര, ആ ഇഴകീറിയ പാലം 7ആയി വിഭജിച്ചുകൊണ്ടുള്ള പാലം. ആ പാലത്തിൽ കാല് തെറ്റിയാൽ എവിടെയാ? ആ പാലത്തിൽ കാല് തെറ്റിയാൽ എവിടെയാ? ഉറച്ചു പറയും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതാ പറഞ്ഞു മൂന്നാമത്തെ സ്ഥലം മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഹബീബായ പ്രവാചകം പറയുകയാ, പാപം ചെയ്യാൻ കാലിന് കരുത്തോടെ മുന്നോട്ട് പോയ ചെറുപ്പക്കാരാ, പാപങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോയ ചെറുപ്പക്കാരാ, നിന്റെ കാല് ഇവിടെ പല കള്ളുഷാപ്പിന്റെ മുമ്പിലും ഒരുപക്ഷേ നീ കുടിക്കുന്നതിന് മുമ്പ് ഉറപ്പോടാ പോകുന്നത്. കുടിച്ചു കഴിയുമ്പോൾ 4 കാലിലാണെങ്കിലും കഞ്ചാവ് അടിക്കുന്ന ചെറുപ്പക്കാരാ, നീ കഞ്ചാവിന്റെ കേന്ദ്രത്തിലേക്ക് കാൽവെപ്പ് നടത്തുന്ന നിന്റെ കാലുകൾ ഉണ്ടല്ലോ. മദ്യം മോന്താൻ പോകുമ്പോൾ നീ കാൽവെപ്പ് നടത്തുന്ന നിന്റെ കാലുകൾ ഉണ്ടല്ലോ. ചെമ്മാടിത്തരങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും താന്തോന്നിത്തരങ്ങൾക്കും മുമ്പോട്ട് പോകുമ്പോൾ നീ അടിവെച്ച് പോകുന്ന നിന്റെ കാലുകൾ ഉണ്ടല്ലോ. ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാ, ഫുട്ബോൾ ലഹരിയായിട്ട് ദീനും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭ്രാന്തായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, ഒന്നാലോചിക്കണേ. നീ നടന്നു പോകുന്ന കാലുണ്ടല്ലോ, നീ പന്ത് തട്ടുന്ന കാലുണ്ടല്ലോ, പന്ത് തട്ടുന്ന കാലുണ്ടല്ലോ ചെറുപ്പക്കാരാ. തോന്നിവാസങ്ങളിലേക്ക് പോകുന്ന കാലുണ്ടല്ലോ ചെറുപ്പക്കാരാ. കള്ളു കുടിക്കാൻ പോകുന്ന കാലുണ്ടല്ലോ ചെറുപ്പക്കാരാ. സിനിമ കാണാൻ പോകുമ്പോ കാല് വെച്ച് നടന്നു പോകുന്ന കാലുണ്ടല്ലോ ചെറുപ്പക്കാരാ. നീ റിലീസിന്റെ ജുമാ ദിവസവും മുടക്കിയിട്ട് പോവുകയല്ലേ ചെറുപ്പക്കാരാ. സമുദായത്തിന്റെ മെമ്പർഷിപ്പാ നിനക്കുള്ളത്, നീ മറന്നു പോകണ്ട. നീ പോവുകയാ നിനക്ക് ഇഷ്ടപ്പെട്ട താരത്തിന്റെ പടം റിലീസ് ആകുമ്പോൾ പരിസരത്തുള്ള പള്ളിയിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് തഖ്വയുടെ മന്ത്രോച്ചാരണം ഉറച്ചു പറയുമ്പോൾ നീ എവിടെ തെള്ളുകൂടെയാ? അബൂ ഖുറൈബ് ജയിലിനേക്കാൾ ഇടുക്കമുള്ള ആ തടങ്കൽ പാളയത്തെക്കാൾ ഭീകരമായ, ഒരാൾക്ക് മാത്രം കഷ്ടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയും ഇടുക്കമുള്ള ആ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ, ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ. ജയിലിനേക്കാളും ഇടുക്കമുള്ള ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ. നിനക്കൊരു പ്രയാസമില്ല. അല്പസമയം നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിനക്ക് ബുദ്ധിമുട്ടാ. അല്പസമയം നിനക്ക് സുന്ദരമായ വിജ്ഞാനത്തിന്റെ സദസ്സിൽ നിനക്കിരിക്കാൻ പ്രയാസവ, നല്ല കാര്യങ്ങൾക്ക് പ്രയാസവ. ആ ടിക്കറ്റ് കൗണ്ടറിൽ മടികൂടാതെ നിൽക്കുന്ന ചെറുപ്പക്കാരാ, അവിടെ നീ കുത്തിവെച്ചിരിക്കുന്ന കാലുണ്ടല്ലോ ചെറുപ്പക്കാരാ. പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടായിരുന്നാലും എനിക്ക് റിലീസിന്റെ ടിക്കറ്റ് കിട്ടണമെന്ന് പിടിവാശി പിടിക്കുന്ന ചെറുപ്പക്കാരാ. ഞാൻ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടിയുടെ സിനിമയാ, ഞാൻ ഇഷ്ടപ്പെടുന്ന മോഹൻലാലിന്റെ സിനിമയാ, ഞാൻ ഇഷ്ടപ്പെടുന്ന സുരേഷ് ഗോപിയുടെ സിനിമയാ, ഞാൻ ഇഷ്ടപ്പെടുന്ന ദിലീപിന്റെ സിനിമയാ, ഞാൻ ഇഷ്ടപ്പെടുന്നത് മലയാളം നടന്മാരൊന്നുമല്ല. അവർക്കൊന്നും മസിൽ പവറൊന്നുമില്ല. അവരൊക്കെ പഴങ്ങഞ്ഞു കുടിച്ചു കിടക്കുന്ന ആളുകളാ. എനിക്കിഷ്ടം സൽമാൻ ഖാനെയാ. നല്ല ബോഡി ഫിറ്റ് ഉള്ള ആളാ, നല്ല കാണാൻ നല്ല രസവാ, ബോഡിയുണ്ട്. അതുകൊണ്ട് ഞാൻ സൽമാൻ ഖാന്റെ പടം കാണാൻ നിൽക്കുമ്പോ എന്റെ ചെറുപ്പക്കാരെ ആലോചിക്ക്, വലിയ ഹൈറ്റ് ഉള്ളതാ സൽമാൻ ഖാൻ. ഹൈറ്റില്ലെങ്കിലും ഹൈറ്റുള്ള അമിതാഭ് ബച്ചന്റെ പടം കാണാൻ നിൽക്കുന്ന ചെറുപ്പക്കാരാ. അതുപോലെ അവർക്ക് പവറും മസിൽ പവറും ഹൈറ്റും ഒക്കെ ഉണ്ടെങ്കിലും ചിലർ പറയുകയാ ഹെയർ സ്റ്റൈലാണ്
കണ്ടുകൊണ്ടല്ലോ ഒരു നടന്റെ സുന്ദരമായ ഭാവത്തെ വരച്ചു കാട്ടുന്നത്. അതുകൊണ്ട് എനിക്കിഷ്ടം ഷാറൂഖ് ഖാന. ആ ഷാറൂഖ് ഖാന്റെ പടം കാണാൻ നിൽക്കുന്ന ചെറുപ്പക്കാരാ, തമിഴ് നടന്മാരാ, ആക്ഷൻ ഹീറോകള്, അവരാ അന്തരീക്ഷത്തിൽ പറന്നടിക്കുന്ന ആളുകള്. അതുകൊണ്ട് അങ്ങനെയുള്ള നടന്മാരുടെ പടം കാണാൻ വേണ്ടി, വിജയുടെ പടം കാണാൻ വേണ്ടി, അജിത്തിന്റെ പടം കാണാൻ വേണ്ടി, അതാ കിളവനായിട്ടും അഭിനയം നിർത്താതെ മുന്നോട്ട് പോകുന്ന പടുക്കളവനാകുന്ന രജനീകാന്തിന്റെ പടം കാണാൻ വേണ്ടി നിൽക്കുന്ന ചെറുപ്പക്കാരാ, നീ അവിടെ വെക്കുന്ന നിന്റെ കാലുണ്ടല്ലോ ചെറുപ്പക്കാരാ, സിറാത്തുൽ മുസ്തഖീമിൽ കുത്തണ്ട കാലാ പൊന്നുമോര്. ഇക്കാലം നീ ഇടറാതെ നീ അവിടെ നിന്ന് കഴിഞ്ഞാൽ നാളത്തെ സിറാത്തിൽ നിനക്ക് ഇടറാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? അവിടെ നിന്ന് മറന്നങ്ങ് വീണാൽ, അവിടെ നിന്ന് മറന്നങ്ങ് വീണാൽ, അവിടെ നിന്ന് ചരിഞ്ഞങ്ങ് വീണാൽ, അവിടെ നിന്ന് നിന്റെ താളം തെറ്റിയാൽ എവിടാ പൊന്നുമോര് പതിക്കുന്നത്? രക്ഷപ്പെടുത്താൻ ആരുമില്ലാത്ത തീയാ പൊന്നുമോര്. ജഹന്നമാ 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 ജഹന്നമാകുന്ന അടിത്തട്ടിൽ നീ അങ്ങ് വീഴുമ്പോൾ നിന്നെ പൊക്കാൻ ആരും വരുകയില്ല, നിന്നെ പിടിക്കാൻ ആരും വരുകയില്ല. അതുകൊണ്ടൊന്ന് ഓർക്കണേ സഹോദരങ്ങള്, അതുകൊണ്ട് ഓർക്കണേ സഹോദരങ്ങള്. ആ സമയത്തും പരിസരത്താരുണ്ടെങ്കിലും കാണൂല. കാരണം നാം നേരിയ പാതയെ സംബന്ധിച്ച് അവനും ചിന്തിക്കുന്നു, എങ്ങനെയാ ഇതിനപ്പുറം പോവുക? കാലിടറാതെ മുന്നോട്ട് പോകാൻ കരുത്ത് വേണോ? പള്ളിയിലേക്ക് പോകൂ ചെറുപ്പക്കാരാ, ആത്മീയ രംഗങ്ങളിലേക്ക് അടുക്കൂ ചെറുപ്പക്കാരാ. ഹബീബും ഹബീബിന്റെ അനുചരന്മാരും വരച്ചു കാട്ടി തന്ന അല്ലാഹുവിന്റെ സുന്നത്ത് ജമാഅത്ത് എന്ന യഥാർത്ഥ മതമുണ്ടല്ലോ, ആ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങൂ ചെറുപ്പക്കാരാ. നിന്റെ കാലിടറാതെ കരുണയുള്ള തമ്പുരാൻ സിറാത്തിൽ കാത്തിരക്ഷിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മറന്നു പോകണ്ട, ആ നരകത്തിൽ വീണാൽ രക്ഷപ്പെടുത്താൻ ആരുമില്ല. ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ. അല്ലാഹുമ്മ ഇഅ്തിഖ്നാ മിനന്നാർ. സിറാത്ത് നിന്റെ മനസ്സിൽ വരട്ടെ, സിറാത്ത് നിന്റെ മനസ്സിൽ വരട്ടെ, സിറാത്ത് നിന്റെ മനസ്സിൽ വരട്ടെ. ആ പാലം നേരിയ പാലം, ആ പാലത്തിൽ നീ നടക്കുന്നു, ആ പാലത്തിന്റെ താഴെ തീ കാളിക്കത്തുന്നു. നിനക്ക് പരിചയമല്ലാത്തൊരു തീനാളവോ, നിനക്ക് നോക്കാൻ പോലും കഴിയാത്ത തീനാളവാ, അതിന്റെ മുകളിലൂടെ നടക്കുന്നതും ഓർത്ത് ഒന്നുറച്ചു ചൊല്ലൂ. അല്ലാഹുമ്മ ഇഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സന്ദർഭത്തിൽ രക്ഷപ്പെടണമോ? ആ സന്ദർഭത്തിൽ രക്ഷപ്പെടണമോ? ദുനിയാവിന്റെ പളപളപ്പിലൂടെ നടന്നാൽ, ദുനിയാവിൽ സ്വർഗം തീർത്താൽ, ഹബീബായ പ്രവാചകൻ പറയുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ്, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇടക്ക് പറഞ്ഞൊരു പോയിന്റ്, ദുനിയാവിൽ സുഖം മാത്രമേ അവൻ അനുഭവിച്ചിട്ടുള്ളൂ, ദുനിയാവിൽ സുഖം മാത്രമേ അവൻ അനുഭവിച്ചിട്ടുള്ളൂ, ദുനിയാവിൽ അനുഗ്രഹങ്ങൾ മാത്രമേ അവന് പരിചയമുള്ളൂ. അവന്റെ കണ്ണിതുവരെ നിറഞ്ഞിട്ടില്ല, അവന്റെ കാലൊന്ന് വേദനിച്ചിട്ടില്ല, അവന്റെ കൈയൊന്ന് കഴിച്ചിട്ടില്ല, സന്തോഷത്തിനൊരു കുറവില്ല, ബുദ്ധിമുട്ടുകൾ അവൻ അനുഭവിച്ചിട്ടില്ല, ഒരു പ്രയാസവും അനുഭവിച്ചിട്ടില്ല. ഭൗതികമായ പ്രമത്തതയുടെ ഉള്ളിലൂടെ കടന്നുപോയി സന്തോഷത്തിന്റെ തേരിലേറി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള സത്യനിഷേധിയുടെ അവസ്ഥ എന്തായി? ദുനിയാവിൽ വലിയ സുഖങ്ങൾ അനുഭവിച്ച സത്യനിഷേധിയുണ്ടല്ലോ, മിനൽ കുഫാർ. ആ സത്യനിഷേധിയെ കൊണ്ടുവരപ്പെടുമ്പോൾ ഒന്നാലോചിക്കണേ സഹോദരങ്ങളെ. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ, പരലോകത്ത് കൊണ്ടുവരുമ്പോൾ ഒരൊറ്റ മുക്കലങ്ങ് മുക്കൂ. ഈ കുഫാറുകളെ ഒരു വട്ടം ഒന്ന് നരകത്തിൽ മുക്കിയെടുക്കൂ. അങ്ങനെ നരകത്തിൽ മുക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, യുഖാലു, അവരോട് ചോദിക്കുന്നു, മലക്കുകൾ ചോദിക്കുന്നു, ചോദ്യം എന്താ? ഹൽ റഅയ്ത നഈമൻ ഖത്തു, എന്തെങ്കിലും
സന്തോഷം നീ അനുഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അനുഗ്രഹം നീ അനുഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സുഖം നീ അനുഭവിച്ചിട്ടുണ്ടോ? ഉടൻ തന്നെ അവർ ഉറച്ചു പറയുന്നില്ല, എന്റെ ജീവിതത്തിൽ ഒരു സുഖവും ഞാൻ അനുഭവിച്ചിട്ടില്ല, നരകത്തിലൊന്നും മുങ്ങിയിട്ടേയുള്ളൂ. എല്ലാ സുഖവും മറന്നു പോവുകയാ, എല്ലാ സന്തോഷവും മറന്നു പോവുകയാ. നാഥനായ അല്ലാഹ് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അതുപോലെ ദുനിയാവിന്റെ പരപ്പിലൂടെ സത്യവിശ്വാസി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണേ, വലിയ ഒരു പോയിന്റാ. ദുനിയാവിന്റെ മുകളിലൂടെ പരപ്പിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പല പ്രയാസങ്ങൾ ഉണ്ടാകും, പല പ്രതിസന്ധി ഉണ്ടാവും, രോഗമുണ്ടാവും, കടങ്ങളുണ്ടാവും, പല നിലക്കുള്ള ശാരീരികം, മാനസികം, പൈശാചികം, തൊഴിൽപരം, കുടുംബപരം, അതേ സാമ്പത്തികം, ദാമ്പത്തികം, എന്തെല്ലാം പ്രശ്ന പ്രതിസന്ധികളുടെ പിന്നാമ്പുറങ്ങളാ അവന് പറയാനുള്ളത്. പ്രതിസന്ധി പർവ്വങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവന് കണ്ണുനീര് തുടക്കാനേ അവന് സമയം കിട്ടുന്നുള്ളൂ. ദുനിയാവിൽ അവൻ കരയാത്തൊരു ദിവസമില്ല, എല്ലാ ദിവസവും അവൻ കരയുകയാ, പല നിലക്കുള്ള പ്രശ്നങ്ങളാ. പക്ഷേ അവൻ പടച്ചവന് കൈവിട്ടിട്ടില്ല. അങ്ങനെയുള്ളവനെ പരലോകത്ത് കൊണ്ടുവരുമ്പോൾ പറയപ്പെടും, ഒന്ന് മുക്കുമോ, സ്വർഗത്തിലൊന്ന് മുക്കിപ്പൊക്കുമോ, ഹംസത്തൻ ഒരൊറ്റ മുക്കലൊന്ന് മുക്കി സ്വർഗത്തിൽ നിന്നൊന്ന് പൊക്കിയെടുക്കുമോ, സ്വർഗത്തിലൊന്ന് മുക്കിപ്പൊക്കിയിട്ട് ചോദിക്കുന്നു, അവനോട് മലക്കുകൾ ചോദിക്കുന്നു, എന്തെങ്കിലും പ്രയാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നീ എന്തെങ്കിലും ദുഃഖം അനുഭവിച്ചിട്ടുണ്ടോ? നീ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ? ക്യാൻസർ രോഗികളായി പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾ, അതുപോലെ മാരകമായ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, തമ്പുരാനെ മുഴുവൻ രോഗങ്ങൾക്കും ശമനം നൽകണേ അല്ലാഹ്. ഉടൻ തന്നെ അവരങ്ങ് പറയുകയാ, ഒരിക്കലും ഞങ്ങൾ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടില്ല. സുഖത്തിന്റെ പറുദീസയാകുന്ന സ്വർഗത്തിൽ ഒരൊറ്റവട്ടമൊന്ന് മുക്കിപ്പോക്കുമ്പോൾ എല്ലാ ദുഃഖങ്ങളും മറക്കുന്ന ലോകമേ, പരലോകം മറക്കണ്ട. അതുകൊണ്ട് പരലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ, നരകത്തെ കുറിച്ച് ആലോചിക്കാൻ, അള്ളാഹുവിന്റെ അദാബുകളെ സംബന്ധിച്ച് ചിന്തിക്കാൻ നാഥനായ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉറച്ചൊന്ന് ചെല്ല്, മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഭയത്തോടെ ചെല്ല്, റബ്ബിനോടുള്ള ഭയത്തോടെ ചെല്ല്. അല്ലാഹുമ്മ ഇത്ഖിനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ.